ടു ദ ന്യൂ ചാനൽ. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് XUV 3XO. അതിൻ്റെ കീ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കീ ആണ്. XUV 3XOയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻ്റായ 3XOയുടെ ബേസ് വേരിയൻ്റ് ആണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന ബ്ലാക്ക് വേർഷനാണ്. 201 ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിൻ്റെ താഴ്ഭാഗത്ത്. ബേസ് വേരിയൻ്റ് ആകുമ്പം ഇതിന് ഫോഗ് ലാമ്പ് വരുന്നില്ല, പ്രൊജക്ടർ ഹെഡ്ലൈറ്റും സൈഡിൽ കൂടെ ഒരു LED മാത്രം വരുന്നുള്ളൂ. ബ്ലാക്ക് ഫിനിഷിങ് വരുന്ന ഒരു ഗ്രില്ലാണ്. നടുക്ക് ബട്ടർഫ്ലൈയുടെ എംബ്ലവും സൈഡിൽ 3 ക്രോമിൻ്റെ ബെസലും കാണിക്കുന്നുണ്ട്. ഷോറൂം പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് 18.89 മൈലേജ് ആണ്. 1.2 ലിറ്ററിനാണ് കിട്ടുന്നത്. ഡോറ് തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്, റെഡ് റിഫ്ലക്ടർ. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രണ്ടോട്ട് മാത്രമേ ഉള്ളൂ. ഹൈറ്റും താഴോട്ടും മുകളിലോട്ടും ചാരുന്നതിൻ്റെ സെറ്റപ്പില്ല. ചാരുന്നതിൻ്റെ മാത്രമേ ഉള്ളൂ, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇല്ല. 3XO വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഒരു വൈറ്റും ബ്ലാക്കും കൂടെ കൂടിയൊരു ഡോർ പാഡാണ്. അതിൻ്റെ അകത്ത് തന്നെ 4 ഡോറിൻ്റെയും സ്വിച്ചും മിറർ അസംബ്ലി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ സ്വിച്ചും ഇവിടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബീമിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചും ഒരു AC വെൻറ്റും ബ്ലാക്കും വൈറ്റും കൂടെ കൂടിയൊരു AC വെൻ്റാണ്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ ഇൻഫോർടൈൻമെൻ്റ് ഇല്ല. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഇൻഫോർടൈൻമെൻറ്റ് പിടിപ്പിക്കണം. ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് 6 സ്പീഡാണ്, 1.2 ലിറ്ററാണ്, പെട്രോൾ വണ്ടിയാണ്. പിന്നെ ഇവിടെ AC സ്വിച്ച് ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടുന്നതിൻ്റെയും കുറയ്ക്കുന്നതിൻ്റെയും ഇത് മൂഡ് മാറ്റുന്നതിൻ്റെയും പിന്നെ ACയുടെ ലൈറ്റും കൺട്രോളുമാണ് ഇത് വരുന്നത്. ഇത് ഹസാർഡ് കൺട്രോള്. അവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ചാർജിങ് പോർട്ടുണ്ട് 12 വോൾട്ടിൻ്റെ. ഇവിടെ ഫോണും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റും. ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളുമാണ്. പിന്നെ 2 കപ്പ് ഹോൾഡറുണ്ട്. തൊട്ട് താഴെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നത്. അവിടെ ഒരു വൈറ്റ് ഒരു ഗ്ലോ ബോക്സും ഉണ്ട്. സൈഡിലൊരു സ്പീക്കർ വരുന്നുണ്ട്. 4 സൈഡിലും പവറിൻ്റെ സ്വിച്ചാണ്. ചെറിയ ഹോൾഡറും ഉണ്ട്, സാധനങ്ങൾ എന്തെങ്കിലും വെക്കുന്നത്. 4 AC വെൻ്റാണ് വരുന്നത്. 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു സൺഷെയ്ഡ് വരുന്നുണ്ട്. 2 സൺഷെയ്ഡ് ഉണ്ട്. ഇവിടെ കൺസോളും കാര്യങ്ങളും ഒന്നുമില്ല. റൂഫ് ലാമ്പിന് ഫ്രണ്ടിലില്ല, പുറകിൽ മാത്രമേ ഉള്ളൂ റൂഫ് ലാമ്പ് വരുന്നുള്ളത്. താക്കോൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെൻട്രൽ ഒരു ഡിജിറ്റലാണ്, 2 അനലോഗിൻ്റെ മീറ്ററാണ് കാണിക്കുന്നത്. സ്റ്റിയറിങ്ങിൽ ഇതൊന്നുമില്ല, ക്രൂയിസ് കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല. എംബ്ലം ഉണ്ട്, ബട്ടർഫ്ലൈയുടെ മഹേന്ദ്രയുടെ എംബ്ലവും. റൈറ്റ് സൈഡിൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെയും മറ്റേ സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെയും കോമ്പിനേഷൻ സ്വിച്ചാണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് വൈപ്പറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്വിച്ചും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹുഡ് തുറക്കുന്നതിൻ്റെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ലിവറുണ്ട്. രണ്ടാമത്തെ ഡോറ് ഓപ്പൺ ചെയ്ത ഇവിടെ സ്വിച്ചുണ്ട്, സ്പീക്കറിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. സീറ്റ് മടക്കി വെച്ചേക്കുവാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നടുക്ക് ഇവിടെ ഒരു 2 AC വെൻ്റ് ഉണ്ട്. ഇവിടെ ഒരു ചാർജർ പോർട്ടുണ്ട്. താഴെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ പോർട്ടുണ്ട്. ഇവിടെ റൂഫ് ലാമ്പുണ്ട്. 4 സൈഡിലും ഹാൻഡിൽസ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഗ്ലാസോ കാര്യങ്ങളോ വെക്കാനുള്ളൊരു ഹോൾഡറുണ്ട്. 16 ഇഞ്ചിൻ്റെ വീൽ ട്രിമ്മാണ് വരുന്നത്. നടുക്കൊരു എംബ്ലം ഉണ്ട്, നമ്മുടെ മഹേന്ദ്രയുടെ എംബ്ലം വരുന്നുണ്ട്. ബേസ് മോഡലായതുകൊണ്ട് വീൽ ട്രിമ്മാണ് വരുന്നത്.
201 ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. സൈഡ് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. XUV 3XOടെ ബേസ് മോഡലിന് ഇവിടം വരെ ഉള്ളു ടെയിൽ ലാമ്പ് വരുന്നുള്ളത്. ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റും ഇവിടെ റിവേഴ്സ് ലൈറ്റും. ഇത് സി ടൈപ്പിൽ വരുന്നതാണ് ടെയിൽ ലാമ്പ് വരുന്നത്. 2 ലെയറായിട്ടാണ്. ഇതും കത്തും ഇവിടവും കത്തും. പക്ഷേ ഫുൾ ഓപ്ഷനും എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇത്ര നീളത്തിലൊരു ടെയിൽ ലാമ്പ് വരും. പക്ഷേ അത് ഇതിനില്ല. നടുക്കൊരു ബട്ടർഫ്ലൈയുടെ ബാഡ്ജും ഉണ്ട്. XUV 3XO എന്നും പറഞ്ഞ ലെറ്ററിങ്ങും ഉണ്ട്. താഴത്തെ പോർഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ റിയർ ബമ്പറിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ 2 സെൻസർ വരുന്നുണ്ട് 2 വശത്തും. താഴെ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബെസൽ വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്, റെഡ് റിഫ്ലക്ടർ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സ്പെയർ വീൽ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പാർസൽ ട്രേയോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയ വണ്ടി ആയതുകൊണ്ട്. 2025 മോഡൽ XUV 3XO വരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് 9 വേരിയൻറ്റും MX1 തൊട്ട് AX7L പിന്നെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് 18 വേരിയൻ്റാണ് കളർ വേരിയൻ്റ് വരുന്നത് വണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.